ടി സിദ്ദിഖ് MLA കൂടി ചെയ്തുകൊണ്ട് MLA ഇപ്പോൾ ഇവിടെ പരിശോധിച്ചു. എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്? ഇപ്പോൾ ഒരു വല്ലാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിക്കുന്നല്ല. ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫും മറ്റുള്ള ജീവനക്കാരൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ റീസൺ ഇനിയും പ്രൈമറി ഒരു പറഞ്ഞിട്ടുള്ള ഒരു വിവരമാണ്, ഷോർട്ട് സർക്യൂട്ടാണ്. അത് ഈ സ്കാനിങ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഈ പുകയും കാര്യങ്ങളും വന്ന സമയത്ത് തന്നെ രോഗികളെ എടുത്ത് പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഈ വെന്റിലേറ്ററിൽ ഓക്സിജൻ കിട്ടാത്തതായിരിക്കുന്ന പ്രശ്നം പലർക്കും വന്നിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷേ പുറത്ത് ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് ആരെയൊക്കെ കൊണ്ടുപോയി അവരുടെ കണക്കുകളെ സംബന്ധിച്ച ഒരു അവ്യക്തതയുണ്ട്. ആ വ്യക്തതയാണ് ആദ്യം വരുത്തേണ്ടത്. രണ്ടാമത്തത് ഈ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മറ്റു വല്ല കാഷ്വാലിറ്റിയും നടന്നോ എന്നുള്ള അസസ്മെന്റ് ഉണ്ടാവണം. മൂന്നാമത്തത് അടിയന്തരമായി ഒരു എമർജൻസി സിറ്റുവേഷൻ മറ്റുള്ള രോഗികൾ കടന്നു വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ. ഇത് മൂന്നും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കലക്ടർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിന്റെ അനുബന്ധ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. വിജയകുമാർ, എന്തായാലും വലിയ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അറുതിയായിട്ടുണ്ട്. മുഴുവൻ രോഗികളെയും ഇവിടുന്ന് സമീപത്തുള്ള ആശുപത്രികളിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.